ഭാർഗവി, എഴുന്നേക്ക് ഭാർഗവി. എന്താ, കണ്ണു തുറക്കാൻ പേടിയാണോ? ഇത്രയും വർഷം വിശ്വസ്തതയുടെ മുഖം മൂടി അണിഞ്ഞ് നീ അർഹിക്കാത്ത ബഹുമാനം നേടിക്കൊണ്ട് നിഗളിച്ചതല്ലേ? പക്ഷെ നിന്റെ മുഖം മൂടി വലിച്ചു കീറി നിന്റെ യഥാർത്ഥ മുഖം പുറത്തു കാണിക്കാനുള്ള സമയമായി ഭാർഗവി. ഇവിടെയുള്ള ഒന്നും നിന്റെ സ്വന്തമല്ല, എല്ലാം നീ തട്ടിയെടുത്തതാ. ബഹുമാനം, വിശ്വാസം, ആസ്തി, അന്തസ് എല്ലാം എല്ലാം നീ ഇവിടെ ഉള്ളവരെ പറ്റിച്ച് സ്വന്തമാക്കിയതാ ഭാർഗവി. പക്ഷേ നീ എന്റെ കുടുംബത്തിന്റെ കണ്ണുമൂടി കെട്ടിയ തുണി അഴിഞ്ഞു വീഴുന്ന ദിവസം വന്നെത്തി ഭാർഗവി. എന്റെ മരുമകള് നിന്റെ അത്യാഗ്രഹത്തിനും അഹങ്കാരത്തിനും അന്ത്യം കുറിക്കും. വെറും ആസ്തിയും അന്തസ്സും ആഭരണങ്ങളും അല്ല, നീ വഞ്ചിച്ച് സ്വന്തമാക്കിയ നിന്റെ അസ്തിത്വം വരെ അവള് നശിപ്പിക്കും. വേണ്ട 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 വാണി, വേണ്ട. ഇതെല്ലാം എന്റെ ഇന്ദ്രന്റെയാ, എന്റെ ഇന്ദ്രൻ തന്നതാ വാണി. ഇതൊന്നും എന്റെ അടുത്തുനിന്ന് വാങ്ങണ്ട വാണി. അവരെ നീ എന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തു. ഇനി എന്റെ സന്തോഷം കൂടി എന്റെ അടുത്തുനിന്ന് വാങ്ങണ്ട വാണി. വേണ്ട വേണ്ട വാണി, വാണി. ഇതൊക്കെ എന്റെ വാണി, ഇതൊന്നും എന്റെ അടുത്തുനിന്ന് വാങ്ങണ്ട വാണി. നീ എന്റെ സ്നേഹം തട്ടിയെടുത്തത്, എന്റെ എല്ലാം തട്ടിയെടുത്തത്, എന്നെ ഇന്ദ്രനെ തട്ടിയെടുത്തത്. പോ, നീ എല്ലാം തട്ടിയെടുത്തില്ലേ വാണി. ഇനിയെല്ലാം എന്റെ അടുത്തുനിന്ന് തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല വാണി. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട് വാണി. ആരാ എന്നെ തള്ളിയിട്ടത്? ആരാ എന്റെ ഹിറ്റ് വിക്കറ്റ് എടുത്തത്? ഭാർഗു, ഭാർഗു, എന്തു പറ്റി ഭാർഗു? പ്രേതം തട്ടിയെടുത്തതാ എന്റെ സ്നേഹം, എന്റെ എന്റെ ഇന്ദ്രൻ, എന്റെ എല്ലാം നീ തട്ടിയെടുത്തതല്ലേ? എല്ലാം നീയല്ലേ എന്നെ ഇത് തട്ടിയെടുത്തത് വാണി, നീയല്ലേ എല്ലാം തട്ടിയെടുത്തത്. തട്ടിയെടുത്തു തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്നെ തട്ടിത്തെറിപ്പിച്ച് കളയൂടി ഭാർഗു. ഫീൽഡിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ നെറ്റ് പ്രാക്ടീസ് ആണല്ലോ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ തന്നെയാ വിശ്വ. പക്ഷെ ഇപ്പൊ തൽക്കാലം നിന്റെ അടുത്ത് സംസാരിക്കുന്നത് തീരെ ശരിയല്ല എന്ന് എനിക്കറിയാം. പുറത്തേക്ക് പോടാ. പോയിക്കോളാം, ഇവിടുന്ന് പോയാ പോരെ. ഞാൻ പൊക്കോളാം, ഞാൻ പോയിക്കോളാം. ഔട്ടായി ഞാൻ. ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ രണ്ടും ഒരുമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. നിന്നെ പറഞ്ഞു വഞ്ചിച്ച് സ്വന്തമാക്കിയെടുത്ത വാണിയിൽ പിറന്ന ശ്രീരാമനും പിന്നെ ആ പെണ്ണിനും ഈ ആസ്തി മുഴുവൻ ലഭിക്കുമെന്നോ? എന്റെ ഇന്ദ്രന്റെ ആസ്തി ലഭിക്കുമെന്നോ? വിടില്ല, ഞാൻ വിടില്ല, ഞാൻ വിടില്ല. നിന്റെ ആസ്തി, എന്റെ ഇന്ദ്രന്റെ ആസ്തി വേറെ ആർക്കും ലഭിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനി ആർക്കും കഴിയില്ല. എന്റെ എല്ലാം അല്ലേ ഭാർഗു? റാം, ഹായ് ചെറിയച്ച. ഹായ്. ഈ സമയത്ത് ഇത് എങ്ങോട്ടാ? ഓളോക്കെ? ഇതിപ്പോ നൈറ്റ് ARM സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാ. അത് വിട്, ഈ സമയത്ത് നീ എവിടെന്നാ വരുന്നെന്ന് ചോദിക്കായിരുന്നു. അത് സീതയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ചെറിയച്ച. അവളെ വിഷ് ചെയ്തിട്ട് വരുന്ന വഴിയാ ഞാൻ. രാമ, ഐ എം റിയലി ഹാപ്പി ഫോർ യു മോനെ. നിനക്ക് നിന്റെ ലൈഫിലെ യഥാർത്ഥ സ്നേഹം കിട്ടിയില്ലേ? നിന്നെ മനസ്സിലാക്കുന്ന ഒരാള്, നിന്റെ ഫീലിങ്സിന് വില കൊടുക്കുന്ന ഒരാളെയാണ് നിനക്ക് കിട്ടിയത്. ഐ എം റിയലി ഹാപ്പി. എല്ലാവരുടെയും ലൈഫ് അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോടാ. റിയലി യു ആർ റിയലി ലക്കി.
ഓക്കെ. ബി ഹാപ്പി ഓൾവേസ്. ബൈ ബൈ ചെറിയച്ച. ബൈ ബൈ ബൈ. ചെറിയച്ചനത് എന്ത് പറ്റി? ഞാൻ ചോദിച്ചതിന്റെ ഉത്തരവ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോയല്ലോ. എന്നാലും എന്തായിരിക്കും പറ്റിയത്? ജന്മദിനത്തിന് ഒരുപാട് ആശംസകൾ സീതമ്മ. താങ്ക് യു സോ മച്ച് മോളെ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? എന്റെ ജന്മദിനമായ നീ ഇതൊക്കെ ചെയ്യുമല്ലോ, പിന്നെന്താ എനിക്ക് ചെയ്യാൻ പാടില്ലേ? നീ പറയാറില്ലേ ഞാൻ കൊച്ചുകുട്ടിയല്ല എന്ന്? വർത്താനം പറയുന്ന കേട്ടോള്. സീതമ്മ, നീ എപ്പോഴും ക്യൂട്ടായിട്ട് ചിരിച്ചോണ്ടിരിക്കണം കേട്ടോ. നീ ഹാപ്പി ആണെങ്കിൽ ഞാനും എപ്പോഴും ഹാപ്പി ആയിരിക്കും. സീത, സീതമോക്ക് ജന്മദിനാശംസകൾ. താങ്ക് യു അച്ഛാ. എന്റെ വക പ്രത്യേക ജന്മദിനാശംസകൾ. താങ്ക് യു അമ്മേ. താങ്ക് യു സോ എല്ലാം മച്ച്. നന്നായി വരും മോളെ. സീത, ദാ, അമ്മേ എന്താ ഇത്? ജന്മദിനത്തിന് ഇത് വേണ്ടാന്ന് പറയരുത്. അമ്മയുടെ സമ്മാനായിട്ട് കൂട്ടിക്കോ. ഓ, ബർത്ത്ഡേ ആഘോഷം ഭയങ്കര ഗംഭീരമാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ സീതേ. താങ്ക്സ് ചേട്ടത്തി. എന്താ ഇന്ന് സ്പെഷ്യല്? സീതമ്മയുടെ ബർത്ത്ഡേക്ക് സീതമ്മ തന്നെ സ്പെഷ്യൽ ഉണ്ടാക്കണോ? വേറെ ആരെങ്കിലും അല്ലേ ഉണ്ടാക്കേണ്ടത്? ഓ, വേറെ ഇവിടെ ആരാ ഉള്ളത്? കാന്താരി മുളകിന്റെ അത്രയുള്ള നീയല്ലേ ഉള്ളൂ. നിനക്ക് എന്താ ഉണ്ടാക്കാൻ അറിയാം? സീതേ, പിറന്നാളിന് സ്പെഷ്യൽ ആയിട്ട് പായസം ഒന്നും ഉണ്ടാക്കിയില്ലേ? കേക്ക് ഉണ്ടെങ്കിൽ മുറിച്ചതാ, കഴിച്ചിട്ട് പോട്ടെ, സമയമാവുന്നു. നീയേ നിന്റെ ചേട്ടനുള്ളത് ഒരു പാത്രത്തിലെടുത്തോ. നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് ചോദിക്കരുത് മോളെ. ഗിഫ്റ്റ് അത്ര ഗിഫ്റ്റ്. എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. നിന്റെ അമ്മയ്ക്ക് ഡയമണ്ടിന്റെ വള കിട്ടിയില്ലേ? പിന്നെന്താ വേണ്ടത്? മുത്തശ്ശി, ഞങ്ങള് പാവങ്ങളാ. ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ പൈസ വേണ്ടേ? ഞങ്ങൾ എന്തോ ചെയ്യാനാ? എന്തുണ്ടായാലും കണ്ടു നിൽക്കണം, കേട്ടിട്ട് വിടണം, അല്ലാതെ കൊടുക്കാനൊന്നുമില്ല. ഏട്ടത്തി പ്ലീസ് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ സീതെ. നിന്റെ മോളെ കണ്ടോ? അവൾ എന്താ സംസാരിക്കുന്നത്? സിഹി പ്ലീസ് മിണ്ടാതിരിക്കെ. ഏട്ടത്തി, ഞാനും സിഹി അമ്പലത്തിലേക്ക് പോവാണ്. തിരിച്ചെത്താൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ എന്താ ഞാൻ ഇവിടുന്ന് പോണോന്നാണോ? അങ്ങനെയല്ല ഏട്ടത്തി. അയ്യോ സീതെ, എനിക്കെല്ലാം മനസ്സിലായി. ഒന്നും പറയണ്ട. ഞാൻ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി വല്ലതും കഴിച്ചിട്ട് പൊക്കോളാം. വാ മുത്തശ്ശി, കഴിക്കാൻ വല്ലതാ. വാ. സിഹി വാ, അമ്പലത്തിലേക്ക് പോവാം. അപ്പു, സീതയൊന്ന് വിളിച്ചിങ്ങോട്ട് വരാൻ പറ. അത് മേമ, സീതയ്ക്കും സിയയ്ക്കും ഇപ്പൊ വരാൻ പറ്റില്ല. അവര് അമ്പലത്തിലേക്ക് പോയതാണ്. അല്ല രാമ, പുറത്ത് എന്ത് വെയിലാ. ഈ നേരത്തെ ഇങ്ങനെ ഇറങ്ങി നടന്നാ ടാൻ അടിക്കില്ലേ? എൻഗേജ്മെന്റിന്റെ അന്ന് അവളെ കാണാൻ ഒരു ചേല് വേണ്ടേ അപ്പു? ഇങ്ങനൊരു സമയത്ത് പുറത്തു പോകുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ കൂടെ പുറത്തിറങ്ങി നടന്നാ പോരെ അവൾക്ക്? ശരിയാ മേമ, പക്ഷേ ഞാൻ എങ്ങനെ അവളോട് പോകണ്ടെന്ന് പറയാ? അല്ല മേമ, അവര് ഓൾറെഡി ഇപ്പൊ ഇറങ്ങി കാണും. കണ്ടു അച്ഛ, ഇവൻ ഒരുമാതിരി പിള്ളേരെ പോലെ. അച്ഛ, അച്ഛനെങ്കിലും ഒന്ന് പറ. രാമ, നിന്റെ മേമ പറയുന്നത് അനുസരിക്കണ. സീതമ്മ, നീ ദൈവത്തിനോട് എന്താ പ്രാർത്ഥിച്ചേ? നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണമെന്നാ പ്രാർത്ഥിച്ചേ. ഇത്രയും കാലം ഞാൻ നിനക്ക് സന്തോഷം തന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി അങ്ങോട്ട് നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിന്നെ എനിക്ക് സന്തോഷമായിട്ട് നോക്കണം എന്നാ ഞാൻ പ്രാർത്ഥിച്ചേ. സീതമ്മ, നീ എപ്പോഴും എനിക്ക് വേണ്ടി മാത്രാ പ്രാർത്ഥിക്കുന്നേ. ഇന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? നിന്റെ ബർത്ത്ഡേ അല്ലേ? നീ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലല്ലോ മോളെ. അമ്മമാർക്ക് എപ്പോഴും സന്തോഷം കിട്ടുന്നത് അവരുടെ മക്കളുടെ മുഖത്ത് നല്ല സന്തോഷം കാണുമ്പോഴാ. നീ സന്തോഷമായിട്ടിരുന്നാ ഞാനും സന്തോഷമായിട്ടിരിക്കും. എന്റെ ചിരിയുടെ കാരണം തന്നെ നീയല്ലേ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്?
എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് സീതമ്മ. ഞാനിപ്പോ വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ. നീ എത്ര വലിയ കുട്ടിയായാലും എന്റെ കണ്ണിലെ കുഞ്ഞൊരാളാ. കുറച്ചുകൂടെ എടുക്കട്ടെ? മതി. അവൻ വരുന്നില്ലേ ഓഫീസിലേക്ക്? അവന് കുറച്ചു ദിവസം കൂടെ റെസ്റ്റ് വേണമേ. അവൻ ലീവ് എടുത്തിട്ടുണ്ട്. അല്ല മോളെ പ്രിയേ, അത്രയ്ക്ക് വൈകി പിന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൂടെ? ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എത്തിയല്ലോ ഡോക്ടർ. അഞ്ജു, നിന്റെ ചേട്ടൻ ഒട്ടും വയ്യ. നിനക്ക് ഒരു ദിവസം എവിടെ ഇരുന്ന് നിന്റെ ചേട്ടനെ ഒന്ന് നോക്കിക്കൂടെ? ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അയ്യോ അമ്മേ, ഞാൻ ഏട്ടനോട് അത് പറഞ്ഞതാ. പക്ഷെ ഏട്ടൻ ഞാൻ പറഞ്ഞ കേക്കൂ. കറക്റ്റാ. ഞാനും അശോകനോട് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എന്നോട് പോവാൻ പറഞ്ഞു. കുട്ടിക്കാലം മുതലേ ഏട്ടൻ ഇങ്ങനെയാ. അവൻ എന്തെങ്കിലും വയ്യാതെ വന്നാ ഒറ്റയ്ക്ക് അനുഭവിക്കുമെന്നല്ലാതെ വേറെ ആരോടും പറയാൻ അറിയില്ല ഏട്ടന്. ഏട്ടൻ കാരണം മറ്റൊരാൾക്കും ബുദ്ധിമുട്ടാവരുതെന്ന് ഏട്ടൻ ആഗ്രഹിക്കൂ. ചേച്ചി, ഏട്ടൻ ഇനി പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഏട്ടനെ നിങ്ങൾ വേണം മാറ്റിയെടുക്കാൻ. ഞാൻ അവനെ മാറ്റുവോ അവൻ എന്നെ മാറ്റുവോ ഇതൊന്നും എനിക്കറിയില്ല. കുറച്ച് സമയം എന്താ ശരിയാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും കുറച്ചൊക്കെ കാത്തു നിൽക്കും. അത് കഴിഞ്ഞാ ചേച്ചി, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ ക്യൂട്ട് മുഖം കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ഏട്ടൻ ഓക്കെ ആയിക്കോളൂ. എന്റെ മോളവളുടെ ഭർത്താവിനോട് സംസാരിച്ചതിനേക്കാൾ നാത്തൂനോടാ കൂടുതൽ സംസാരിച്ച്. നിങ്ങൾ രണ്ടാളുടെ മേലിൽ ദൃഷ്ടി പതിയാതിരുന്നാ മതി. ഓക്കെ മദർ ഇന്ത്യ. എന്നാ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അശോകിന്റെ റൂമിലേക്ക് പോയി അത് വേണോ ഇത് വേണമെന്ന് ചോദിച്ചു ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ കോൾ ചെയ്തോളും, അല്ലെങ്കിൽ ചോദിച്ചോളും. പോയിട്ട് വരട്ടെ? ആയിക്കോട്ടെ പൊന്നുമോളെ, പോയിട്ട് വാ. ബൈ. ഈ മരുമോന്റെ കഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊക്കെയോ കാരണമുണ്ട്, അതെന്താണെന്ന് അറിയാത്തെ. എന്ത് പറ്റി മോളെ? സീതമ്മ, അടുത്ത വർഷം നിന്റെ ബർത്ത്ഡേക്ക് നമ്മളിങ്ങനെ ഒരുമിച്ചുണ്ടാവോ? മോളെ, നീ എന്താ അങ്ങനെ ചോദിച്ചേ? എന്താണെന്നോ, എന്റെ ഫ്രണ്ടിന്റെ കൂടെ നിന്റെ കല്യാണം നടക്കില്ലേ? അപ്പൊ നമുക്കിങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുമോ? അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നീ ബിസി ആയിരിക്കും. നമുക്ക് ടെമ്പിളിലേക്ക് പോയിട്ട് വരാൻ കഴിയോ സീതമ്മ? മോളെ, എന്റെ കല്യാണം കഴിയുന്നതോടെ പുതിയ ജീവിതം തുടങ്ങുന്നുള്ള കാര്യം സത്യവാ. നമ്മുടെ കുഞ്ഞു ഫാമിലി വലുതാവും, വീട് നിറയെ ആൾക്കാരുണ്ടാവും. ഞാനും ബിസി ആയിരിക്കും. പക്ഷെ നമ്മുടെ ഈ കുഞ്ഞു ലോകം അതൊരിക്കലും മാറില്ല മോളെ. ഞാൻ നിനക്ക് തരുന്ന ടൈം അതെപ്പോഴും തരും. അതിനൊരു കുറവും ഉണ്ടാവില്ല. നമ്മൾ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കും. നമ്മുടെ കുഞ്ഞാപ്പി ലോകത്ത് എന്റെ ഫ്രണ്ടും ഉണ്ടാവില്ലേ? എന്റെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം ഡബിൾ ആവും സീതമ്മ. എന്റെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിന്റെ മുഖത്ത് സ്മൈൽ ഉണ്ടാവും. നിന്റെ ഫ്രണ്ട് കാരണം നമ്മുടെ രണ്ടുപേരുടെ ലൈഫിൽ ഇനി സന്തോഷം കൂടി കൂടി വരുള്ളൂ. നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരിക്കും. എന്റെ ഫ്രണ്ട് സൂപ്പർ അല്ലേ സീതമ്മ? അപ്പൊ ഞാൻ എന്താ സൂപ്പർ അല്ലേ? സീതമ്മ അതിലും സൂപ്പറാ. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ സീതമ്മ. താങ്ക് യു സോ മച്ച് മോളെ. വെൽക്കം. എന്നെ അറ്റാക്ക് ചെയ്തതാരാ? ചരണ്ടി എങ്ങാനും? No, I don't think so. RP? ഭാർഗവി മാം എങ്ങാനും? ഇൻസ്പെക്ടർ പവൻ വിചാരിച്ചിട്ടൊന്നും നടന്നില്ല. കാരണം ആ ഏരിയയിൽ CCTV ക്യാമറ ഒന്നും ഇല്ല അത്രേ. Oh God.
എന്താ ഇവന് പറ്റിയത്? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് എന്താ? ഈ അടുത്ത് കല്യാണം കഴിഞ്ഞവരാ. ജോളിയായിട്ട് ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതിന് പകരം ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? ഇതാ അപ്പുവിന്റെ സ്യൂട്ട്, ഇതാ സീതയുടെ ഗൗൺ. എൻഗേജ്മെന്റിന് ഞാൻ ഫൈനലൈസ് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ഗൗണ് നല്ല ഭംഗിയുണ്ട്. കളർ സത്യത്തിൽ സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടിട്ട് ഈ ഗൗൺ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്നാ തോന്നുന്നത്. സീത ഈ ഗൗൺ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ചേച്ചി, സീത ഈ ഗൗൺ ഇടില്ലെന്ന് പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? അവള് ധരിച്ചേ പറ്റൂ. അവള് കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണ്? ദി ഗ്രേറ്റ് ശ്രീറാം ദേശായിനെ. നമ്മുടെ ക്ലാസ്സിന് ചേരുന്ന പോലെ നമ്മുടെ സ്റ്റാറ്റസിന് അവള് മാച്ച് ആവണ്ടേ സാധന? എന്നാലും അവക്ക് സാരിയാ ഇഷ്ടമെന്ന് തോന്നുന്നു. ഈ ആഡംബരമൊന്നും വേണ്ട, ഞാൻ വളരെ സിമ്പിളാന്ന് പറഞ്ഞാലോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ ഇതൊന്നും ധരിക്കില്ല, എനിക്കിതൊന്നും വേണ്ടെന്നൊക്കെ അവള് പറഞ്ഞാ അതിന് ഞാൻ സമ്മതിക്കണ്ടേ? സൊസൈറ്റിയുടെ മുമ്പില് നമ്മൾ സെലക്ട് ചെയ്ത പെണ്ണിനെ കാണാൻ കൊള്ളില്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റും? അവൾ ആരും ആയിക്കോട്ടെ, കുടുംബത്തിന്റെ നിലയ്ക്കും നമ്മുടെ നിലയ്ക്കും മാച്ച് ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഈ ചേച്ചിയുടെ ഉദ്ദേശം എന്താ? സീത ഈ വീട്ടിലെ മരുമകളായ ഇവിടെ ഒരുപാട് ദിവസം കാണില്ലെന്ന പോലെ സംസാരിക്കും. സീതയ്ക്ക് ഒരു കുറവും ഉണ്ടാവരുതെന്നുള്ള പോലെ സംസാരിക്കുന്നു. സാധന, ഈ ചേച്ചിയുടെ തലയിൽ എന്താണെന്നാണോ നീ ഇപ്പൊ ആലോചിക്കുന്നത്? അല്ല ചേച്ചി, അതൊന്നും അല്ല. നീ ഒരുപാട് ആലോചിച്ച് വട്ടാക്കണ്ട. ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. സംഭവിക്കേണ്ടത് എന്തോ അതേ സംഭവിക്കും. ഓക്കെ? എനിക്ക് അതൊന്നും അറിയില്ല. ഈ തവണത്തെ നിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് പാർട്ടി കിട്ടിയേ പറ്റൂ. എല്ലാ വർഷം പറയുമല്ലോ തന്നോളാം തന്നോളാന്ന്. ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല. ഇത്തവണയാണെങ്കിൽ നീ റാമിനെ കിട്ടി പോവാൻ നിൽക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ കിട്ടുപോലുമില്ല. എനിക്ക് ട്രീറ്റ് തന്നേ പറ്റൂ, അത്രേ ഉള്ളൂ. ശരി, തന്നോളാം, പോരെ? എന്നാ പിന്നെ ഞാനും ജോയിൻ ചെയ്തോട്ടെ ഈ പാർട്ടിയില്? ഓഫ് കോഴ്സ്. അപ്പൊ ഡബിൾ പാർട്ടി. ആ പിന്നെ നമ്മുടെ അശോകന് എന്തു തരം പനിയാ വന്നത്? ഇതുവരെ അവൻ ഓക്കെ ആയില്ല? ഒരു കാരണം കൊണ്ട് റാം ഇതൊന്നും അറിയാൻ പാടില്ല. ആക്ച്വലി പനിയൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു ക്ഷീണം പോലെ ഉണ്ടാതാ. ഓ ശരിയെന്നാ വാ, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് അവനെ കണ്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാലോ. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. ഇറ്റ്സ് ഓക്കെ. അതെന്താ, എനിക്ക് വീട്ടിലേക്ക് വന്നൂടെ? അല്ല, അങ്ങനെയല്ല. അത് ഇറ്റ്സ് ഓക്കെ. പ്രിയ, നിങ്ങളുടെ പാർട്ടി എന്തായാലും നടക്കട്ടെ. ഞാനൊന്ന് പോയി അവനെ കണ്ടിട്ട് വരാം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു പാർട്ടി വരെ അവൻ തന്നില്ല. ആദ്യം പോയി അതിനടി ഉണ്ടാക്കണം. അയ്യോ, ഞാനിപ്പോ റാമിനെ എങ്ങനെ തടയും? അങ്ങനെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സീത, ബൈ ദ വേ, നാളെ മേമ നിന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു. ഇഫ് പോസിബിൾ ഒന്ന് അവിടം വരെ വരണം. താങ്ക്സ്. കണ്ടോ, ഒരു കാര്യം ശരിക്കും പറയാതെ അങ്ങ് ഒരൊറ്റ പോക്ക. പ്രിയ, ഒരു കാര്യം അറിയോ? ഭാർഗവി മേമയെ കുറിച്ച് ഞാൻ ഇത്രയും നാളും കരുതിയതെല്ലാം തെറ്റായിരുന്നു. അവര് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഐ വാസ് റോങ്. അവർക്ക് റാമിനെ ഒരുപാട് ഇഷ്ടമാണ്. അവര് ജീവിക്കുന്നത് തന്നെ റാമിന് വേണ്ടിയിട്ടാ. ആണോ? അവർക്ക് എന്നെ അതെ ഒരുപാട് ഇഷ്ടമാ. എന്നെ മാത്രമല്ല, സിഹയെ അവർക്ക് അതേപോലെ ഇഷ്ടാ. ശരിക്കും നല്ലവരാ. ഞാൻ അവിടുത്തെ മരുമകളാവുന്നുണ്ടെങ്കിൽ എന്തോ വലിയ പുണ്യം ചെയ്തിട്ട് തന്നെയാ. ശരി, ബാ, പോയേക്കും. സീതയോട് ഭാർഗവി മേമയെ കുറിച്ച് പറയണോ? എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? പ്രിയ, അവിടെ നിൽക്കുന്നത് എന്താ? വാ. വരുന്നു. ഇല്ല രാം സാറേ, അങ്ങനെയൊന്നും ക്ലിനിക്കിൽ നിന്ന് എനിക്ക് ഫുൾ ഡേ ലീവ് എടുക്കാൻ പറ്റില്ല. ഫ്രീ ആവുന്ന ടൈം നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കാണാൻ വന്നോളാം. ഇല്ലല്ലോ, ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. അതൊന്നും ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക.
ഈ പെണ്ണിന് ഏതോ ഒരു ലവറുണ്ട്, അതുറപ്പാ. നിന്റെ നാത്തൂനെ ഏതോ ഒരു ലവറുണ്ട് മോളെ. അത് നല്ലതല്ലേ, ഇനി ചെറുക്കനെ തപ്പി നടക്കണ്ടല്ലോ നമ്മള്. എന്തെങ്ങനെ ബഹളം വെക്കുന്നേ? നടക്ക്. എന്തി ഇത് കാണിച്ചേ? എന്താണമ്മേ, എന്റെ കല്യാണത്തിന് നിങ്ങൾ എത്ര ചെറുക്കനെ നോക്കിയതാ? ഒരുത്തനെങ്കിലും സെറ്റായോ? അവസാനം എനിക്ക് കിട്ടാനുള്ള ചെറുക്കനെ ഞാൻ തന്നെ കണ്ടെത്തി. അതുപോലെ അവള് കണ്ടെത്തി, അത് നല്ലതല്ലേ? നിന്റെ തല. നീ അവളുടെ ചേച്ചി ഇപ്പോ. ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിക്കണം പ്രിയ. അവളെ ഏതെങ്കിലും ഒരുത്തനെ കയറി പ്രേമിച്ച പിന്നെ എന്താവും? പ്ലീസ് അമ്മേ, അവൾ എന്താ കോളേജിലേക്ക് പോകുന്ന കുട്ടിയാ? അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ നോക്കാനുള്ള ഫ്രീഡം അവൾക്കുണ്ട്. ഇൻഫാക്ട് അവള് നല്ല ആളെ നോക്കോളൂന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൾക്കൊരാളുണ്ടെങ്കിൽ അവൾ ആദ്യം അത് എന്നോട് വന്ന് പറയട്ടെ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോയി അശോകനോട് പറയട്ടെ. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. സീതാരാമ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ കല്യാണം കൂടെ നടത്തി അമ്മ തിരിച്ചു പോക്കോ. നീ നിന്റെ പണി നോക്കിക്കോ. എന്താണ് അമ്മയും മോളും? എന്തോ കല്യാണ ചർച്ചയിലാണെന്ന് തോന്നുന്നു. സീതാരാമ കല്യാണം നടത്തുന്ന ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി ഇപ്പൊ അഞ്ജുവിന്റെ കല്യാണം നടത്തുന്ന വലിയ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഉണ്ടെന്നാ പറഞ്ഞേ. ചേട്ടന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പേ അനീതിയുടെ കല്യാണം നടക്കണമായിരുന്നു. പക്ഷെ അവള് പറഞ്ഞാ കേക്കണ്ടേ? അമ്മേ, ഇപ്പൊ എനിക്കും അഞ്ജുവിനും നിങ്ങളെ അമ്മ. അവളുടെ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ഏതെങ്കിലും ഒരു നല്ല ചെറുക്കനുണ്ടെങ്കിൽ നോക്കിക്കോ. അതിനിപ്പോ എന്താ മോനെ? അഞ്ജു എനിക്ക് മോളെ പോലെയല്ലേ? എല്ലാരും പറയാറില്ലേ, ഒന്നുണ്ടെങ്കിൽ 3 ആകും, 3 30 ആകൂന്ന്. അങ്ങനെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. റാമിന്റെ കല്യാണം അടുത്തുണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് അഞ്ജുവിന്റെയാ. അതും അങ്ങ് നടന്നോളൂ. അശോക്, അമ്മ ഇത്രയും നാളും ബാംഗ്ലൂരിൽ നിൽക്കാൻ കഴിയുന്നില്ല, നാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞോണ്ടേയിരിക്കായിരുന്നു. ഇപ്പൊ നിങ്ങളൊരു നല്ല ജോലി കൊടുത്തില്ലേ, നോക്കിക്കോ. വീട്ടിലൊരു മാട്രിമോണി ഓഫീസ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബൈ. അമ്മ ഇറങ്ങട്ടെ. സുബലക്ഷ്മി ബൈ, ഞങ്ങൾ ഇറങ്ങുവാ. ബൈ എടുത്തേ. ഇറങ്ങട്ടെ അമ്മേ. പോയിട്ട് വാ മോനെ. ഇപ്പൊ എനിക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല, ട്രൈ ചെയ്തോളാം.